നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെസ് മാന്ത്രികൻ മിഖായൽ താലും ഹംഗേറിയൻ ഗ്രാൻഡ് മാസ്റ്റർ ലാജോസ് പോർട്ടിഷും തമ്മിൽ നടന്ന വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1965-ലാണ്. ഈ ഗെയിമിൽ താൽ വൈറ്റ് സൈഡും പോർട്ടിഷ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C6 മൂവ് ചെയ്യുന്നു. കാരോക്കൻ ഡിഫൻസ് ആണ്. വൈറ്റ് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് കൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. പോണപ്പ് വെച്ച് പോണോട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചോട്ടുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. വൈറ്റ് H3 മൂവ് കൊണ്ട് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. വീണ്ടും ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടുന്നു. വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് തിരിച്ചു വെട്ടുന്നു. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ഈ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു പോൺ വെച്ച് തിരിച്ചു വെട്ടേണ്ടി വരും. അത് ഒഴിവാക്കുന്നതിനായിട്ട് ബ്ലാക്ക് ആദ്യം നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് F6ലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് D4 മൂവ് ചെയ്ത ശേഷം അടുത്ത നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റ് പോയിച്ച് നൈറ്റിനോട്ടാനോ അല്ലെങ്കിൽ ഈ അറ്റാക്കുള്ള നൈറ്റിനെ എങ്ങോട്ടെങ്കിലും മാറ്റാനോ ശ്രമിക്കുന്നില്ല. പകരം ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിന് ഒരു സപ്പോർട്ടോ കൊടുക്കുന്നതോടൊപ്പം ഇവിടെ കാസ്റ്റിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ബ്ലാക്ക് എക്സ്ചേഞ്ചിന് കിട്ടുന്ന ഒരു അവസരവും മിസ് ചെയ്യുന്നില്ല. ഇവിടെയും ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റ് പോയിച്ച് നൈറ്റിനോട്ടുന്നു. വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് തിരിച്ചോട്ടുന്നു. അതിനുശേഷം E6 മൂവ് കൊണ്ട് ഈ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കും ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. വൈറ്റ് C3 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിനെ കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ബ്ലാക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ F6ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം H7 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളും കൊണ്ടുവരുന്നു. എന്നാൽ വൈറ്റ് ആ സ്ക്വയറിലേക്കുള്ള കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ക്വീനിനെ മാറ്റുന്നത്. ക്വീനിനെ H4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് H7ലേക്കുള്ള കൺട്രോൾ അതുപോലെ തന്നെ നിലനിർത്തുന്നു. ആ പോണിപ്പോൾ നൈറ്റിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ബ്ലാക്കിന് വേണമെങ്കിൽ ഇപ്പോൾ കാസ്റ്റിംഗ് ചെയ്യാം. എന്നാൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്കുള്ള ഭാഗത്തേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നത് റിസ്ക് ആണെന്ന് മനസ്സിലായിക്കൊണ്ടാവും ബ്ലാക്ക് ഇപ്പോഴും കാസ്റ്റിംഗ് ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ D5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെതിരെ ഡിസ്കബിൾ അറ്റാക്ക് കൊടുക്കുന്നു. നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ നൈറ്റിന് G4ലേക്ക് കൊണ്ടുവന്ന കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വൈറ്റ് ക്വീനെ G4ലേക്ക് കൊണ്ടുവന്ന് G7ലെ പോണ്ട ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് താൽ റൂക്കിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ E1ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോഴും ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഈ G7ലെ പോൺ പിന്നിങ്ങിലാവും. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ബിഷപ്പിനെ H6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ H7ലെ പോണിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അതിനുശേഷം ക്വീനെ E4ലേക്ക് കൊണ്ടുവന്ന് നേരത്തെ കണ്ട പോലെ ഒരു ചെക്ക്മേറ്റിന് ശ്രമിക്കാം. അങ്ങനെ ഒരു അറ്റാക്കിന് സാധ്യത ഉള്ളതുകൊണ്ടാവും ബ്ലാക്ക് ഇപ്പോഴും കിങ്സിലേക്ക് കാസ്റ്റിംഗ് ശ്രമിക്കുന്നില്ല. പകരം ക്വീൻസിലേക്ക് കൂടി കാസ്റ്റിംഗുള്ള സാധ്യത ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ക്വീനെ B6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതോടെ താലും പ്ലാനിൽ ഒരു ചേഞ്ച് വരുത്തുകയാണ്. ആദ്യം C4 മൂവ് കൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ B4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ രണ്ട് കരുക്കൾ ഒരേ സമയം അറ്റാക്കിലായിരിക്കുകയാണ്. ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനെതിരെ അറ്റാക്കുണ്ട്. അതിനു പുറമെ ഈ D4ലെ പോണിനെതിരെ 2 പിസിൽ ഉപയോഗിച്ചും അറ്റാക്കുണ്ട്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം മിഖായൽ താൽ ഇവിടെ എങ്ങനെയാകും ചിന്തിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ C5 മൂവ് കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിനെ ക്വീനെ D8ലേക്ക് കൊണ്ടുവന്നിട്ട് അതേ അറ്റാക്ക് തന്നെ വീണ്ടും കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് താലിപ്പോൾ പോണം വെച്ച് ക്വീൻ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ അറ്റാക്കിലുള്ള ബിഷപ്പിനെ എങ്ങോട്ടെങ്കിലും മാറ്റാനോ ശ്രമിക്കുന്നില്ല. പകരം റൂക്ക് വെച്ച് E6ലെ പോണിട്ട് എടുത്തുകൊണ്ട് ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ചെക്കും ആണ്, അതൊരു റൂക്ക് സാക്രിഫൈസും ആണ്. ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോണ് വെച്ച് റൂക്കിനെ എടുക്കുന്നു. വൈറ്റ് ക്വീൻ വെച്ച് ആ പോൺ എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഈ ചെക്ക് ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ വൈറ്റിനെ ബിഷപ്പിനെ G5ലേക്ക് കൊണ്ടുവന്ന് ഈ അറ്റാക്ക് വീണ്ടും സ്ട്രോങ് ആക്കാൻ കഴിയും. ഈ ബിഷപ്പ് ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ റൂക്ക് കൂടെ ഫ്രീ ആകും. ആ റൂക്കിനെയും E1ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അറ്റാക്കിന് ശ്രമിക്കാം. അതായത് കിങ് ഇപ്പോൾ D8ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ക്വീൻ വെച്ച് ചെക്ക് കൊടുക്കാം. കിങ് C8ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് F5ലേക്ക് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കിങ്ങിനെ D8ലേക്ക് മൂവ് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യുന്നു.
ഈ സമയത്ത് വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള എല്ലാ സ്ക്വയറുകളും ഈ ക്വീനിൻ്റെ കൺട്രോളിലാണ്. ഈ പൊസിഷനിൽ ഒരു ചെക്ക് കൂടെ കൊടുക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ബിഷപ്പിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ്. ബിഷപ്പിനെ F1 ഡെവലപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ ബിഷപ്പിനെ D6 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്ത് ചെക്ക്മേറ്റ് ചെയ്യുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ബ്ലാക്ക് അത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ D8 കൊണ്ടുവന്ന് D6 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. താലിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മൂവാണ് ചെയ്യുന്നത്. C5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നു. ഈ മൂവ് സിമ്പിളാണെങ്കിലും വളരെ പവർഫുള്ളാണ്. കാരണം ഇതോടെ ബ്ലാക്കിൻ്റെ ക്വീൻ ട്രാപ്പിലായിരിക്കുകയാണ്. ആ ക്വീൻ ഇപ്പോൾ രക്ഷപ്പെട്ടു പോകാനായിട്ട് അധികം സ്ക്വയറുകളൊന്നുമില്ല. ഈ ഡയഗണൽ മുഴുവൻ ബിഷപ്പിൻ്റെ കൺട്രോളിലാണ്. ഇവിടെ ഇപ്പോൾ സേഫായിട്ട് പോകാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. A5 വേണമെങ്കിൽ മാറാം. എന്നാൽ അങ്ങനെ ക്വീൻ A5 മാറുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ഇവിടെ ഒരു ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ A5 മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് റൂക്കിനെ E1 കൊണ്ടുവരാം. ഇതോടെ ഈ ഫയൽ പൂർണ്ണമായും വൈറ്റിൻ്റെ കൺട്രോളിലാകും. ബ്ലാക്കിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള എല്ലാ സ്ക്വയറുകളും ഇപ്പോഴും ബ്ലോക്കാണ്. ഇനി അടുത്ത മൂവിൽ ബിഷപ്പ് D6 ഒന്ന് ചെക്ക് വരുമ്പോൾ ബ്ലാക്കിന് റൂക്ക് വെച്ച് ആ ബിഷപ്പിന് വെട്ടേണ്ടി വരും. ആ സമയത്ത് ക്വീൻ E8 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നതിനായിട്ട് G6 ആണ് മൂവ് ചെയ്യുന്നതെങ്കിലും ഇവിടെ രണ്ട് രീതിയിൽ ചെക്ക്മേറ്റ് ചെയ്യാം. ഒന്നുകിൽ ക്വീന് വെച്ച് ബിഷപ്പിന് വെട്ടിക്കൊണ്ട് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ G8 തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് റൂക്കിനെ E7 കൊണ്ടുവന്ന് 7th റാങ്ക് കൺട്രോൾ ചെയ്യാനും ഇനി ബ്ലാക്ക് എന്തിനെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ചെയ്യാനും കഴിയും. അല്ലാതെ ഇപ്പോൾ ബിഷപ്പിനെ വിട്ടിരുന്നതിന് പകരം വേണമെങ്കിൽ ആദ്യം ബിഷപ്പിനെ H6 കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഇതോടെ ആ ബിഷപ്പ് പിന്നിങ്ങിലാവും. ആ സമയത്ത് ക്വീനെ F6 കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. G8 തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് ക്വീനെ വെച്ച് ബിഷപ്പിനെ വിട്ട് ചെക്ക് കൊടുത്ത് ചെക്ക്മേറ്റ് ചെയ്യാം. അല്ലാതെ നൈറ്റിനെ കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് F5 ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും അത് സക്സസ് ആവില്ല. നൈറ്റിനെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ റൂക്ക് വെച്ച് ബിഷപ്പിനുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ ഇതിൽ ഏത് പീസ് വെച്ച് ബ്ലോക്ക് ചെയ്താലും ആ പീസിനെ വെട്ടി വീണ്ടും ചെക്ക് കൊടുക്കാം. അതായത് ഇപ്പോൾ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിലും ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ വെട്ടിക്കൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കാം. ഇപ്പോൾ കിങ് E8 മാറുകയാണെങ്കിൽ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അതോടെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടിയാലും ക്വീനെ വെച്ച് ബിഷപ്പിനെ വെട്ടി വീണ്ടും ചെക്ക് കൊടുക്കാം. ഇപ്പോൾ F8 മാത്രമേ മാറാൻ കഴിയുള്ളൂ. ഈ സമയത്ത് അടുത്ത ബിഷപ്പിനെ C4 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കാം. ഇവിടെ വേറെ ഓപ്ഷനൊന്നുമില്ല. റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ റൂക്ക് ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ഈ E8 കൺട്രോൾ നഷ്ടപ്പെടും. അപ്പോഴും ക്വീനെ വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇപ്പോൾ ഈ അറ്റാക്കിൽ നിന്നും ക്വീനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ റൂക്ക് E1 വരും. പിന്നെ എങ്ങനെ തന്നെ ശ്രമിച്ചാലും ബ്ലാക്കിന് ഒരു ചെക്ക്മേറ്റിൽ നിന്നും ഒഴിവാകാൻ കഴിയില്ല. അത് മനസ്സിലായിക്കൊണ്ട് ബ്ലാക്ക് ഈ ക്വീനെ നഷ്ടപ്പെടുത്തി കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് ആ ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതൊരു സാക്രിഫൈസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു ചെക്ക്മേറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. വൈറ്റ് പോൺ ഉപയോഗിച്ച് ക്വീനെ എടുക്കുന്നു. ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ G4 കൊണ്ടുവന്ന് ആ നൈറ്റിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ D5 മൂവ് ചെയ്തുകൊണ്ട് B6 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഒരു പോണിനെ കൂടെ നേടിയെടുക്കുകയാണ്. പോൺ വെച്ച് A7 പോണിനെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്കിനിപ്പോൾ റൂക്കിനെ D8 കൊണ്ടുവന്ന് ആ പോണിനെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റൂക്കിനെ D കൊണ്ടുവരികയാണെങ്കിൽ വൈറ്റിന് ക്വീനെ D7 കൊണ്ടുവന്ന് B7 പോണിന് ഒരു അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ റൂക്ക് വെച്ച് A7 പോൺ എടുക്കുകയാണെങ്കിൽ ക്വീൻ C8 ഒന്ന് ഇങ്ങോട്ട് ചെക്ക് വരുന്നതോടെ ബ്ലാക്കിന് ഒരു റൂക്ക് കൂടെ നഷ്ടപ്പെടും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനെ A8 കൊണ്ടുവന്ന് ആ പോണിന് ഒരു അറ്റാക്ക് കൊടുക്കുന്നില്ല. ആദ്യം കിങ്ങിനെ E7 മൂവ് ചെയ്തുകൊണ്ട് D7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ റൂക്കിനെ E1 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാം. എന്നാൽ താലിവിടെ വേഗം ഈ B5 കൂടെ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് B4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് ആ പോണിനെ എടുക്കുകയാണെങ്കിൽ റൂക്കിനെ B1 കൊണ്ടുവന്ന് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് B5 ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്തപോലെ റൂക്ക് വെച്ച് ചെക്ക് എടുത്തുകൊണ്ട് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാനോ അവസരമുണ്ട്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം
റൂക്കിനെ A8ലേക്ക് കൊണ്ടുവന്ന് A7ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ D6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ താൽ മറ്റൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. B5 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ വീണ്ടും സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ E6ലേക്ക് വന്ന് ചെക്ക് വരും. ഇപ്പോൾ കിങ്ങിന് പോകാൻ അധികം സ്കോറുകളൊന്നുമില്ല. C7ലേക്ക് തന്നെ മാറേണ്ടി വരും. ഇപ്പോൾ വേണമെങ്കിൽ വൈറ്റിന് ക്വീൻ വെച്ച് നൈറ്റിനോട് എടുക്കാം. അല്ലാതെ ഇവിടെ ഒരു ചെക്ക്മേറ്റിനും സാധ്യതയുണ്ട്. വൈറ്റിന് ആ ചെക്ക്മേറ്റിന് വേണ്ടി തന്നെ ശ്രമിക്കാം. ആദ്യം റൂക്കിനെ C1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ D8ലേക്ക് മൂവ് ചെയ്യാം. കിങ് D8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ വെച്ച് നൈറ്റിനെ വെട്ടി വീണ്ടും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. കിങ് എങ്ങോട്ട് തന്നെ മാറിയാലും റൂക്ക് C7ലേക്ക് വരികയും ഇനി വളരെ വേഗത്തിൽ ഇവിടെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. ഇവിടെ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ ഈ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്താലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ആദ്യം റൂക്ക് വെച്ച് നൈറ്റിനെ വെട്ടി ചെക്ക് വരും. D8ലേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ. ഇവിടെ നേരത്തെ കണ്ട പോലെ തന്നെ ക്വീൻ D6ലേക്ക് ഒന്ന് ചെക്ക് വരികയും കിങ് E7ലേക്ക് മാറിയ ശേഷം വളരെ വേഗത്തിൽ ഇവിടെ ഒരു ചെക്ക്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ റൂക്കിനെ D8ലേക്ക് കൊണ്ടുവന്നാലും ആ ചെക്ക്മെൻറ്റ് ഒഴിവാക്കാൻ കഴിയില്ല. ക്വീൻ E6ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ F8ലേക്ക് മാറുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്താലും ആ ബിഷപ്പിലോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. അങ്ങനെ വീണ്ടും ഒരു ചെക്ക്മേറ്റിന് സാധ്യതയുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും ആ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം റൂക്ക് വെച്ച് A7ലെ പോണിനെ വെട്ടിയെടുക്കുന്നു. ഇതോടെ താൽ വീണ്ടും പ്ലാൻ ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ക്വീൻ വെച്ച് ചെക്ക് കൊടുക്കുന്നില്ല. പകരം റൂക്കിനെ E6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടേക്ക് പോണിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. D7ലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഡിസ്ക് വേർഡ് ചെക്കിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്കും പോകുന്നില്ല. കിങ്ങിനെ C7ലേക്ക് മൂവ് ചെയ്യുന്നു. എന്നാൽ താലിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിന് രണ്ട് റൂക്കുകളും ഒരു ബിഷപ്പും നൈറ്റും ഉണ്ട്. വൈറ്റിന് ക്വീനും റൂക്കും മാത്രമേ ഉള്ളൂ. ഇവിടെ അദ്ദേഹം വീണ്ടും ഒരു സാക്രിഫൈസിലേക്ക് പോവുകയാണ്. റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനോട്ട് എടുത്തുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് നൈറ്റ് വെച്ചോ പോൺ വെച്ചോ ആ റൂക്കിനോട്ട് എടുക്കാം. നൈറ്റ് വെച്ച് എടുക്കുകയാണെങ്കിൽ ഒരു പോൺ കൂടെ നഷ്ടമാകും. അതുകൊണ്ട് പോൺ വെച്ചാണ് റൂക്കിനോട്ട് എടുക്കുന്നതെങ്കിൽ ക്വീൻ G7ലേക്ക് വന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരും. ബ്ലാക്ക് ഇവിടെ കിങ്ങിനെ എങ്ങോട്ട് തന്നെ മാറ്റിയാലും ആ റൂക്ക് കൂടെ നഷ്ടപ്പെടും. ഇപ്പോൾ H7ലെ പോണതിൽ അറ്റാക്കുമാണ്. അതുപോലെ ഇവിടെ ഒരു ഫോർക്കും ചെക്കിനുള്ള സാധ്യതയുണ്ട്. ഇനി ഗെയിം കുറേ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാമെങ്കിലും താലിനെതിരെ ഒരു സമനിലയ്ക്ക് പോലും സാധ്യതയില്ലെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ റൂക്ക് വെച്ച് ബിഷപ്പിനോട്ടെടുത്തപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.